നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം, എത്തി നോക്കാം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, ഈ വായന നിങ്ങൾ കാണുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതാണ്. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദയവായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. വിശ്വാസത്തോടെ കാണുക. ഏതാനും ചില പ്രണയ സന്ദേശങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അവസാനം അതും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വായനയിലേക്ക് കടക്കാം. ഇവിടെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നോക്കുന്നതിന് മുൻപായി നമ്മൾക്ക് മുഴുവനുമായിട്ടുള്ള ഒരു ഊർജമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കാലചക്രം വളരെയധികം അനുകൂലമായി നിൽക്കുമ്പോഴും നല്ല ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുന്നത്. നല്ലൊരു കാലഘട്ടത്തിൻ്റെ തുടക്കം തന്നെയാണ്. അതൊരു പക്ഷേ നല്ലൊരു ഭവനമോ, അതായത് വീടോ, അല്ലെങ്കിൽ വാഹനമോ, നല്ലൊരു ജോലിയോ, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളോ, അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടുകയോ ചെയ്ത അത്രയും നല്ലൊരു സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി പരസ്പരം തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തുക്കൾ ആകുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓർക്കുമ്പോഴും വളരെയധികം മനോഹരമായ ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല സമയത്ത് കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ വളരെയധികം മറ്റുള്ളവരായിട്ട് എൻജോയ് ചെയ്യുകയും ആഘോഷിക്കുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്ത ഒരു കാലഘട്ടമായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം ചിന്തകൾ വരുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നത്. ഇവിടെ സ്നേഹത്തിന് യാതൊരു തരത്തിലുമുള്ള കുറവുകൾ ഇല്ല. സ്നേഹത്തിൻ്റെ പാനപാത്രങ്ങൾ നിറഞ്ഞു തുളുമ്പി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് സ്നേഹത്തിന് യാതൊരു തരത്തിലുമുള്ള കുറവ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തി കൃത്യമായ തീരുമാനങ്ങൾ എടുത്തില്ല എന്നുള്ളത് നമുക്കിവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെയും മറ്റാരൊക്കെയോ ഈ വ്യക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതൊരു തേർഡ് പാർട്ടി ആകാം. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ഒരാളല്ല. ഒരുപക്ഷെ സ്വന്തം മാതാവോ പിതാവോ ബന്ധുമിത്രാദികളോ ആയിരിക്കാം. തീർത്തും നിങ്ങൾ രണ്ടുപേരും പല പല കാരണങ്ങളാൽ വ്യത്യസ്തരാണ്. അത് വിശ്വാസപരമായിട്ടോ, സാമ്പത്തികപരമായിട്ടോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ, തൊഴിൽ പരമായിട്ടോ നല്ല രീതിയിൽ അന്തരമുള്ള രണ്ട് വ്യക്തികളായി കാണപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് അധികം കണ്ടിട്ട് പോലും ഇല്ലായിരിക്കാം. എന്തു തന്നെ ആയാലും വളരെയധികം നല്ല ഒരു സമയത്തോടു കൂടിയാണ് നിങ്ങൾ ഇരുവരും കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് എന്നെന്നും ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാനുള്ളത് ഒരു പിടി നല്ല ഓർമ്മകൾ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സംസാരിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു. ഏതു വിധേന പോയാലും, ഏതു വഴിയിലൂടെ അകന്നു പോകാൻ ശ്രമിച്ചാലും നേരിട്ട് സംസാരിക്കാനോ അല്ലാതെ സംസാരിക്കാനോ ഒക്കെയുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ്.
കാരണം കാലചക്രം അനുകൂലമായപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരു കടുകുമണിയോളമല്ല, ഒരു കടലോളം സ്നേഹമുണ്ട് എന്നാണ് ഇതിലൂടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ സന്തോഷത്തോടു കൂടി എന്നെന്നും പരിപൂർണതയിലേക്ക് എത്തിച്ചേർക്കണമെന്നും മുന്നോട്ട് ധാരാളം പ്രണയത്തോടു കൂടി പോകണമെന്നുമാണ് നിങ്ങൾ ഇരുവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള ആത്മമിത്ര ബന്ധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോൾമേറ്റ് കണക്ഷൻ. നിങ്ങളുടെ രണ്ടു പേരുടെയും സോളുകൾ തമ്മിൽ അത്രയും അധികം ആഴമേറിയ കണക്ഷൻ ഉണ്ട്, ബന്ധമുണ്ട് എന്ന് തന്നെ കാണപ്പെടുന്നു. ഇതിൽ മറ്റു പലവരും പൂർവാധികം ശക്തിയോടുകൂടി കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിക്കാത്തതിൻ്റെ വീറും വാശിയോടുകൂടി ഈ ഒരു ജന്മത്തിൽ വളരെ വീറും വാശിയോടുകൂടി നിങ്ങൾ ഒന്നിച്ചതായും കാണപ്പെടുന്നു. ഇവിടെ തീർത്തും ഒരു ഇൻകംപ്ലീഷനാണ് കാണപ്പെടുന്നത്. ഇൻകംപ്ലീറ്റ് സ്റ്റോറി, അതായത് പൂർണ്ണതയില്ലാത്ത ഒരു കഥ, ഒരു പ്രണയ കഥ. അപ്പം അത് പൂർത്തീകരിക്കാൻ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായും വരും എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒഴിച്ചുകൂടാനാകാത്ത മറ്റ് ആരുടെയൊക്കെയോ കൽപ്പനകൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റാരൊക്കെയോ പറയുന്നത് കേൾക്കേണ്ടതുമായിട്ടുണ്ട്. എന്നും കരുതി ഈ വ്യക്തി വേറെ ബന്ധത്തിലേക്ക് പോകാനോ വേറെ ആളെ സ്വീകരിക്കാനോ ഒന്നും തയ്യാറല്ല. കാരണം ഈ വ്യക്തിക്ക് പല രീതിയിലും അവസരങ്ങൾ വരുന്നുണ്ട്, സ്വീകരിക്കാനും ഒന്നാകാനും വേറെ ബന്ധത്തിലേക്ക് പോകാനും ഒക്കെ. പക്ഷെ അതിലേക്കൊന്നും പോകാതെ കണ്ണടച്ച് ഒരു സന്യാസിയെ പോലെ ഒറ്റക്കാൽ തപസ്സായി നിൽക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻപോട്ടും പോകുന്നില്ല, പുറകിലേക്കും പോകുന്നില്ല. ഒരു നടുക്കഷ്ണമായി യാതൊരു തരത്തിലും ആരോടും പരാതിയും പരിഭവവും ദേഷ്യവും വാശിയുമില്ലാതെ ഒരു മിതമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതും ഒരു ബുദ്ധിപരമായ നീക്കമാണ്. കാരണം കൂടെയുള്ള വ്യക്തിയെ പിണക്കാനും സാധിക്കില്ല, നിങ്ങളെ കളയാനും ഈ വ്യക്തി തയ്യാറല്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ നിശബ്ദത കാരണം നിങ്ങൾക്ക് പലപ്പോഴും സംശയം ഉടലെടുക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിശബ്ദമായി നിൽക്കുന്നത്? നിങ്ങൾക്ക് നേരെ ഒരു തീരുമാനം എടുക്കാത്തത് എന്തുകൊണ്ട്? തേർഡ് പാർട്ടി പറയുന്നത് മാത്രം എന്തുകൊണ്ട് ഈ വ്യക്തി അനുസരിക്കുന്നു? പക്ഷേ ഇതൊന്നുമല്ല സത്യത്തിൽ നടക്കുന്നത്. തേർഡ് പാർട്ടിയെ കളയാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല, നിങ്ങളെ കളയാനും ഈ വ്യക്തിക്ക് പറ്റില്ല. അതുകൊണ്ട് മിതമായ രീതിയിൽ ശാന്ത സ്വരൂപനായി ഈ വ്യക്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് തീർത്തും ഒരു ബുദ്ധിപരമായ നീക്കം തന്നെയാണ്. മൗനം വിദ്വാനി ഭൂഷണം എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഈ കാർഡ്സ് കണ്ടിട്ട് പറയുവാൻ തോന്നുന്നത്. കാരണം മൗനമായി ഇരിക്കവേ അതിലൂടെ പല കാര്യങ്ങളും നീക്കം ചെയ്യുന്നതായിട്ടും പല തീരുമാനങ്ങളും ഈ വ്യക്തി എടുക്കേണ്ട സമയത്ത് എടുക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് മുഴുവനുമായിട്ട് സമർപ്പിക്കാനും കഷ്ടപ്പെടാനും ഈ വ്യക്തി തയ്യാറാണ്. പക്ഷെ അതിന് മുന്നോടിയായി വേറെ പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ നേർക്ക് നിശബ്ദത പാലിക്കുന്നു. വേവോളം കാത്തില്ലേ, ഇനി ആറോളം കാക്കൂ എന്നുള്ള ഒരു മട്ടിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, എത്ര നാൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ള വിശ്വാസം കൂടെ ഈ വ്യക്തിക്കുണ്ട്. അത് വളരെയധികം ഒരു ആത്മവിശ്വാസം, ആത്മബലം തന്നെയാണ്. ആ ചങ്കുറപ്പോടു കൂടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ്. അത് വളരെ നല്ലൊരു കുടുംബമായിട്ട് കെട്ടിപ്പടുത്തുയർത്തി മുന്നോട്ട് പോകാൻ തന്നെയായിട്ടാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. പക്ഷേ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെയും ഈ വ്യക്തിയെയും ശല്യപ്പെടുത്തുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവരെ പരിപൂർണമായിട്ട് നീക്കം ചെയ്യാനും അതല്ല എങ്കിൽ അവരെ ശാന്തതയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുമായിട്ട് കൂടുതൽ സ്നേഹത്തിലേക്ക് ആക്കിയെടുക്കാനും ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ നിങ്ങളുമായി ഒന്നായി കഴിഞ്ഞാൽ സമാധാനത്തോടു കൂടിയും സ്വകാര്യതയോടു കൂടിയും ജീവിക്കാമല്ലോ. അതാണ് ഈ വ്യക്തിയുടെ മനസ്സിലെ ചില കണക്കുകൂട്ടലുകൾ. അപ്പൊ തീർത്തും നിങ്ങളെ വിട്ടുകളയാൻ ഈ വ്യക്തി തയ്യാറല്ല. നിങ്ങളോടുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു ജീവിതമല്ല. അത് എന്നേക്കുമായി ഏറ്റവും പെർഫെക്ഷനായിട്ടുള്ള അത്രയും പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ബന്ധം കൂടി ആയിരിക്കണമെന്ന് ഈ വ്യക്തിക്ക് വാശിയുണ്ട്, നിർബന്ധമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഊർജത്തിൽ ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു. അതെ, എന്നോട് ക്ഷമിക്കൂ. എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. നീയുമായി അകന്നപ്പോൾ ആണ് നീ എത്രമാത്രം എനിക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിന്നെ ഞാൻ ഏതോ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു. അതെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രണയ സന്ദേശം. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു മനപ്പൊരുത്തം അത് മറ്റാരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോട് കൂടിയും വിശ്വാസത്തോടു കൂടിയും തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസം ഓരോ ദിവസവും കഴിയും തോറും ഊട്ടിയുറപ്പിക്കാനാണ് ഈ വ്യക്തിയുടെ തന്ത്രപ്പാട്. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ വരുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.